പോകുന്നത് എന്താണെന്ന് അറിയോ? ഇന്ന് കൂട്ടുകറിയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് വേണ്ട സാധനം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാവേ. പച്ചക്കായ 1 ഈ ഒരു രൂപത്തിൽ കട്ട് ചെയ്യണം. പിന്നെ ചേന ചെറിയൊരു കഷ്ണം, പച്ചക്കായനേക്കാളും കൂടുതൽ ഉണ്ടായിരിക്കണം ചേന. പിന്നെ വറ്റൽ മുളക്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 കപ്പ് കടലപ്പരിപ്പ്, 1/4 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉഴുന്ന്, ആവശ്യത്തിന് ഉപ്പ്, 1 ശർക്കരയാണ്, അത് ഞാൻ പൊടിച്ചു വെച്ചതാണ്, ആവശ്യത്തിന് വെള്ളം, പിന്നെ തേങ്ങ. ആദ്യം തന്നെ നമുക്ക് കടലപ്പരിപ്പ് വേവിക്കാം. ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിലായതുകൊണ്ട് 1 വിസിൽ മതി. കടലപ്പരിപ്പ് ഇട്ട് കുറച്ച് വെള്ളം. ഇനി അടച്ചു വെച്ചിട്ട് വേവിക്കാം. അതിനോടൊപ്പം തന്നെ വേറൊരു പാത്രത്തിൽ നമുക്ക് പച്ചക്കായയും ചേനയും കൂടി വേവിക്കാൻ വെക്കാം. കുറച്ച് വെള്ളം, ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. 1 തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ നിന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ നമുക്ക് അരയ്ക്കാൻ വേണ്ടി എടുക്കാം. ഇനി ഞാൻ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് അരയ്ക്കാം. ഇപ്പോൾ പച്ചക്കായയും ചേനയും വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേവിച്ച് വെച്ച കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാവേ. അരച്ചിരുന്ന തേങ്ങയും ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെക്കാം കുറച്ച് ടൈമിൽ. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ശർക്കര എടുത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് യോജിപ്പിക്കാം. ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഇടാനുള്ള തേങ്ങ വറുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്നുണ്ട്. അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാവേ. ഇനി സിമ്മിലിട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ വറുക്കണം കേട്ടോ. ബ്രൗൺ കളർ ആയിട്ടുണ്ട് തേങ്ങ. ഇനി അതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. രുചികരമായ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.